എനിക്ക് വ്യക്തിപരമായി ആര്യാടൻ ഷൗക്കത്തിൽ നിന്നും ഒരു കാരണവശാലും ദഹിക്കാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നിലമ്പൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നമസ്കാരം. നിലമ്പൂരിലെ ചർച്ചകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. നിലമ്പൂരിലെ കോലാഹലങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള കാത്തിരിപ്പ് ആരാണ് വിജയി? നിലമ്പൂരിൽ പിണറായി വിരുദ്ധ തരംഗമുണ്ടോ? നിലമ്പൂരിൽ ഇടത് വിരുദ്ധ തരംഗമുണ്ടോ? അതോ പിണറായി തരംഗമാണോ നിലമ്പൂരിൽ നിലനിൽക്കുന്നത്? ഇതാണ് അറിയേണ്ടത്. ഷൗക്കത്ത് ജയിച്ചാലും അൻവർ വിജയിച്ചാലും നിലമ്പൂര് നിലനിൽക്കുന്നത് പിണറായി വിരുദ്ധ തരംഗം തന്നെയാണ്. സ്വരാജ് ജയിച്ചാൽ പിണറായി തരംഗമാണ് നിലമ്പൂരും കേരളത്തിലും നിലനിൽക്കുന്നത് എന്ന വലിയ ഒരു വിശേഷമാണ് നിലമ്പൂരിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്നത്. നമ്മൾ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊന്നും തന്നെയല്ല. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സംസാരിക്കാൻ പോകുന്നതും നമ്മൾ ചിന്തിക്കാനും ചർച്ചയാക്കാനും പോകുന്നത് നിലമ്പൂരിലെ UDFന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ്. ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ അവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, നഗരസഭ ചെയർമാനായിരുന്നു, അവിടുത്തെ ഏറ്റവും വലിയൊരു കോൺഗ്രസിന്റെ നേതാവാണ്, UDFന്റെ സമുന്നതനായ നേതാവാണ്. പല ജനങ്ങൾക്കും നന്മയും പല കാര്യങ്ങളും, നല്ല പ്രവർത്തികൾ, ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറി വരുന്ന ഒരു നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. എങ്കിൽ എനിക്ക് വ്യക്തിപരമായി ആര്യാടൻ ഷൗക്കത്തിൽ നിന്നും ഒരു കാരണവശാലും ദഹിക്കാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നിലമ്പൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിന് മുൻപേ പറഞ്ഞാലും തിരഞ്ഞെടുപ്പിന്റെ അന്ന് പറഞ്ഞാലും പിണറായി വിരുദ്ധ തരംഗത്തിന് എതിരായ ഒരു സമീപനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് പറയാതിരുന്നത്. ഇന്ന് ഞാനത് പറയുന്നത്, അത് ഇനിയെങ്കിലും അത് പറയാതെ പോയാൽ VV പ്രകാശിനോട് കാണിക്കുന്ന ഒരു നെറികേടായിരിക്കും, മാന്യതക്കുറവായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിന്റെ ഭാര്യയും മക്കളെയും കാണേണ്ടത് തന്നെയായിരുന്നു. ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത തെറ്റ് തന്നെയാണ്. ആര്യാടൻ എത്ര ഉയർന്നവനായാലും നാളെ അയാൾ MLA ആയാലും അയാൾക്ക് VV പ്രകാശിന്റെ മനസ്സ് മാപ്പ് തരില്ല, VV പ്രകാശിന്റെ കുടുംബവും മാപ്പ് തരില്ല. മരിച്ചു പോയിട്ടും VV പ്രകാശിനോട് ആര്യാടൻ എന്ത് വിരോധം? എന്താണ് ആര്യാടൻ ഇത്രയധികം വിരോധം ഉണ്ടാക്കിയത്? നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു കാരണവശാലും ആര്യാടൻ അല്ലാണ്ട് മറ്റൊരാളും വിജയിക്കരുത് എന്ന ദൃഢപ്രതിജ്ഞ ആര്യാടൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് VV പ്രകാശിനെ തോൽപ്പിച്ചു കളഞ്ഞത്. VV പ്രകാശിനെ പോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നേതാവ് അവിടെ MLA ആയി വിജയിച്ചു വരികയായിരുന്നെങ്കിൽ നിലമ്പൂരിലെ ജനതയ്ക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തി അയാളെ ചവിട്ടി മെതിച്ചു കളഞ്ഞു, അയാളെ തോൽപ്പിച്ചു കളഞ്ഞു. ഇനി അയാൾ അവിടെ MLA ആയി വിജയിച്ചിരുന്നെങ്കിൽ പോലും വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടന് യാതൊരു പ്രശ്നങ്ങളും കൂടാതെ അവിടെ മത്സരിച്ച് കയറാമായിരുന്നു. പക്ഷെങ്കിൽ ആര്യാടൻ കാലുവാരി VV പ്രകാശിനെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ കുടുംബത്തോട് ഇനിയെങ്കിലും ഒരു മാന്യത പുലർത്താൻ, നെറി പുലർത്തുവാൻ ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ട് ആയില്ല എന്നത് ലജ്ജാകരം തന്നെയാണ്. ശുദ്ധ നമുക്ക് അത്രയും മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. കടുത്ത അമർഷം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനോട് ഉള്ളത്. ആ കുടുംബത്തെ സന്ദർശിക്കേണ്ടതായിരുന്നു. VV പ്രകാശിന്റെ ഭാര്യയും മക്കളെയും വീട്ടിൽ പോയി സന്ദർശിക്കേണ്ടതായിരുന്നു. ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം ഷൗക്കത്ത് പോയത് VV പ്രകാശിന്റെ ശവകുടീരത്തിലായിരുന്നു. എന്തുകൊണ്ട് ഷൗക്കത്തിന് പ്രകാശിന്റെ ഭാര്യയും മക്കളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല? അതിനുള്ള ആംബിയർ ആര്യാടന്റെ നട്ടലിൽ ഇല്ലാതെ പോയി. കാരണം കാണിച്ചു വെച്ച പോക്കുരുത്തരങ്ങൾ അത്രയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അയാളെ കാലുവാരി നിലംപരിശാക്കി. വോട്ട് ചെയ്യാൻ പോയപ്പോൾ പോലും മുഖം പോലും കൊടുക്കാതെ തിരിഞ്ഞു നടന്നു. ഈ മാനസിക ബുദ്ധിമുട്ടും വേദനകളും എല്ലാം മനസ്സിൽ കൊണ്ടു നടന്ന് അയാൾ അവസാനം മരിച്ചുപോയി. മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണോട് ചേർന്ന് ചാരമായി തീർന്നിട്ട് പോലും ആ VV പ്രകാശിനോട് ആര്യാടൻ ഇപ്പോഴും വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നു.
വി പ്രകാശിന്റെ ശവകുടീരത്തിൽ പോയപ്പോൾ ആര്യാടന്റെ മനസ്സിലെ ചിന്തകൾ എന്തായിരിക്കാം? ഞാനിവിടെ MLA ആയി ജയിച്ചു വരും പ്രകാശേ എന്ന് തന്നെയായിരിക്കും അല്ലെ? ഒരു അട്ടഹാസത്തോടു കൂടിയായിരിക്കും വി പ്രകാശിനോട് ആര്യാടൻ അത് പറഞ്ഞത്. ഒരു കാരണവശാലും അംഗീകരിച്ചു തരുവാൻ സാധിക്കത്തില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരൊക്കെ എന്നെ വിളിച്ച് എന്തെല്ലാം സമ്മർദ്ദം ചെലുത്തിയാലും എനിക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഇന്നലെ ആര്യാടൻ ഷൗക്കത്തിനെ പോലല്ല വി പ്രകാശിന്റെ മക്കൾ. ആര്യാടൻ മുഹമ്മദ് പഠിപ്പിച്ച് വെച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ആ പഠിപ്പിലൊന്നും തന്നെയല്ല അങ്ങയുടെ മകൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അങ്ങയുടെ മകൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ശത്രുവായാലും മിത്രമായാലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ അന്തരിച്ചു പോയ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ സ്വരാജിനെ കെട്ടിപ്പിടിച്ചു. PV അൻവറിനെ കെട്ടിപ്പിടിക്കാനായി ചെന്നു. അൻവർ പറഞ്ഞു കെട്ടിപ്പിടുത്തൊന്നും എന്റെ അടുത്തോട്ട് വേണ്ട, മുഖവും തരണ്ട, ചിരിക്കുകയും വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ചമ്മി വിളറി നാറിയ ആ മുഖം കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഇത്രയും ഉളുപ്പിന്റെ 1/4 പോലും വേണ്ടായിരുന്നല്ലോ ഷൗക്കത്തെ താങ്കൾക്ക് വി പ്രകാശിന്റെ ഭാര്യയെ മക്കളെ ഒന്ന് പോയി കാണുവാൻ. ഇതിന്റെ 4 പോലും വേണ്ടായിരുന്നല്ലോ. മിനിമം മാന്യത പുലർത്തണമായിരുന്നു. താങ്കൾക്കില്ലാതെ പോയ ഉളുപ്പ്, താങ്കൾക്കില്ലാണ്ട് പോയ മാന്യത, താങ്കൾക്കില്ലാണ്ട് പോയ ആത്മാർത്ഥത വി പ്രകാശിന്റെ ഭാര്യയ്ക്കും മകൾക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്യാൻ വന്നു. അവർ പറഞ്ഞത് എൻ്റെ അച്ഛൻ, എൻ്റെ ഭർത്താവ് അയാൾ കോൺഗ്രസ് ആയിരുന്നു, അയാൾ UDF ആയിരുന്നു, അയാൾ മരിക്കുന്ന നിമിഷം വരെയും കോൺഗ്രസ് ആയിരുന്നു, അയാൾ ത്രിവർണ പതാക പുതച്ചാണ് ഈ മണ്ണിൽ നിന്നും യാത്രയായത്. ആ വിടപറച്ചിൽ ഞങ്ങളുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് UDF അല്ലാണ്ട് കോൺഗ്രസ് അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനാവത്തില്ല. ഞങ്ങൾ UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ UDFനും കൈപ്പത്തിക്കും വോട്ട് ചെയ്തു. ആ ഒരു അന്തസ്സില്ലാണ്ട് പോയല്ലോ ഷൗക്കത്തെ തനിക്ക്. എന്താണോ നന്നാവാത്തത്? ആ ആര്യാടൻ മുഹമ്മദിന്റെ മകനല്ലേ താങ്കൾ? ആ ഒരു മാന്യതയൊക്കെ പുലർത്തണ്ടേ? ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ കുറെ അണികൾ മാത്രം ഉണ്ടായാൽ പോരാ, ഒരു ഡിഗ്നിറ്റി ഒക്കെ വേണ്ടേ നമുക്ക്? അതൊന്നും ഇല്ലാണ്ട് ഷൗക്കത്തിന് പോയല്ലോ എന്നതോർത്ത് ലജ്ജിക്കുന്നു, പുച്ഛിക്കുന്നു, പരമ പുച്ഛം മാത്രം.